സംവരണ സീറ്റിൽ ആധിപത്യം ഇനി നടക്കില്ല. ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ രഹസ്യ പരിശോധന. സ്വകാര്യ ബസ്സുകളിൽ സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ കൈയടക്കി ആധിപത്യം കാണിക്കുന്നവർ സൂക്ഷിക്കുക. നിങ്ങളെ നന്നാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടക്ടർ വേഷമിടുകയാണ്. ബസ്സുകളിൽ സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കുമായി സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകൾ ഇവർക്ക് വിട്ടു നൽകാത്തവർക്കെതിരെ നടപടിയും ഇത് ചോദ്യം ചെയ്യാൻ മടിക്കുന്ന കണ്ടക്ടർക്കെതിരെ പിഴ ചുമത്തിയും പരിശോധന കടുപ്പിക്കാനാണ് തീരുമാനം. ആഴ്ചകൾക്ക് മുൻപ് മുതിർന്ന പൗരന്മാർക്ക് സംവരണം ചെയ്തിരുന്ന സീറ്റിൽ ഉറക്കം നടിച്ചിരുന്ന യുവാവിനെ എഴുന്നേൽപ്പിക്കാൻ തയ്യാറാകാതിരുന്ന ബസ് കണ്ടക്ടർക്ക് 500 രൂപ പിഴയിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ബസ്സുകളിൽ നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്താൻ ഷാഡോ പെട്രോളിംഗ് സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചതെന്ന് എറണാകുളം RTO വ്യക്തമാക്കി. സീറ്റ് വിട്ടു നിൽക്കാത്തവരെ പിഴ അടയ്ക്കുന്നതിന് പുറമെ ബോധവൽക്കരണ ക്ലാസും പങ്കെടുപ്പിക്കും. സംവരണം ചെയ്ത സീറ്റുകൾ പലപ്പോഴും മറ്റു യാത്രക്കാർ കൈയടക്കുമ്പോൾ ചിലർ നാണക്കേട് വിചാരിച്ച് ഒന്നും മിണ്ടാതെ മാറി നിൽക്കാറാണ് പതിവ്. ചില ബസ് കണ്ടക്ടർമാർ ഇത് കാണുമ്പോൾ സീറ്റിലുള്ളവരെ എഴുന്നേൽപ്പിച്ച് സ്ത്രീകൾക്കും പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും നൽകാറുണ്ട്. ഒരു വിഭാഗം ബസ്സുകാരും യാത്രക്കാരും ഇതൊന്നും നോക്കാറുമില്ല. ഇനി സീറ്റ് വിട്ടു നൽകാത്തവരും കൈവശപ്പെടുത്തുന്നവരെ എഴുന്നേൽപ്പിക്കാൻ നടപടിയെടുക്കാത്ത ബസ് ജീവനക്കാരും ഉത്തരം പറയേണ്ടി വരുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കൂടാതെ ബസ്സുകളിലെ കണ്ടക്ടർമാർ നെയിം പ്ലേറ്റ് ധരിക്കണമെന്ന നിർദ്ദേശവും നിർബന്ധമാക്കും. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമം തടയുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ നിർദ്ദേശമാണിത്. അതിക്രമം കാട്ടുന്ന ജീവനക്കാർക്കെതിരെ പോലീസിലോ മറ്റോ പരാതി നൽകണമെങ്കിൽ കണ്ടക്ടറുടെ പേരെങ്കിലും തിരിച്ചറിയാൻ ഉപകരിക്കുമെന്നതിനാലാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളും പെൺകുട്ടികളും യാത്രയ്ക്കിടെ നേരിടുന്ന അതിക്രമങ്ങൾ പലപ്പോഴും പരാതി പറയാൻ പോലും തെളിവില്ലാതെ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളിൽ കണ്ടക്ടർമാർ മാറി മാറി വരുന്നതിനാൽ അവരുടെ പേരോ മറ്റോ അറിയുക അസാധ്യമായിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അതിക്രമമുണ്ടായാൽ പോലീസിലോ വനിതാ സെല്ലിലോ RTOയിലോ പരാതി നൽകാൻ തടസ്സമുണ്ടാകരുതെന്ന് മനസ്സിലാക്കിയാണ് കണ്ടക്ടർമാർ പോലീസുകാരെ പോലെ നെയിം പ്ലേറ്റ് ധരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത്. കാക്കി ഷർട്ടിൽ ഇടതു പോക്കറ്റിന്റെ മുകളിൽ നെയിം പ്ലേറ്റുകൾ കുത്തിവെക്കണമെന്നാണ് വ്യവസ്ഥ.